വചനസന്ധ്യ വചനസന്ധ്യ വചനസന്ധ്യ. ത്രിയേക ദൈവത്തിന് മഹത്വം. ഈ ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവങ്കേലിയോനെ ആസ്പദമാക്കിയുള്ള വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന്റെ വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ ശബ്ദം. കൂനിയായ സ്ത്രീയെ സംഘാലയങ്ങളിൽ കണ്ട യേശു അവളോട് സഹതാപം തോന്നി. അവളെ തൊട്ട് പറയുന്ന വാക്യം ലൂക്കോസ് 13:12. സ്ത്രീയെ, നിന്റെ ബന്ധനത്തിൽ നിന്ന് നീ വിമുക്തയായിരിക്കുന്നു എന്ന്. അത്ഭുതകരമായി അവൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. സംഘാലയ പ്രമാണി യേശുവിനോട് ചോദിക്കുകയാണ്, ശാബത്തിൽ വിഹിതമല്ലാത്തത് നീ എന്തുകൊണ്ട് ചെയ്തു എന്ന്. യേശു അതിന് അവനോട് ചോദിക്കുന്ന കാര്യമുണ്ട്. നിന്റെ കാളയോ കഴുതിയോ നീ ശാബത്ത് നാളെന്നോർത്ത് പുറത്തു കൊണ്ടുപോയി ആഹാരം അല്ലെങ്കിൽ വെള്ളം കൊടുക്കാറില്ല? അങ്ങനെയെങ്കിൽ 18 നീണ്ട വർഷക്കാലം അബ്രാഹാമിന്റെ മകളും 18 വർഷം പിശാചിനാൽ ബന്ധിതയായി തീർന്ന ഈ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് ഉചിതമല്ലേ എന്ന്. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ അനേക ദൈവമക്കൾ കളറിൻ്റെ ആകാം, സ്റ്റാറ്റസിൻ്റെ ആകാം, വിദ്യാഭ്യാസത്തിൻ്റെ ആകാം, പണത്തിൻ്റെ ആകാം, കുടുംബ മഹിമയുടെ പേരിലാകാം മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുണ്ട്. അവര് ഒരിക്കലും തൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ നീ പൂർണ്ണനാകുവാൻ പൂർണ്ണിയാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം അങ്ങനെ മാർജിനലൈസ് ചെയ്ത മക്കളുടെ അടുക്കല്ല. അവൻ കടന്നു വന്ന അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലുതായ മിഷണറി നിക് യുചിച്ച് എന്ന് പറഞ്ഞതായ സെർബിയൻ ആൻസെസ്ട്രിയും അമേരിക്കൻ ഓസ്ട്രേലിയൻ മിഷണറിയും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. അദ്ദേഹം ജനിച്ചു വീണത് കാലും കൈയും പൂർണ്ണമായി ഇല്ലാതെയാണ്. കണ്ടതായ അമ്മ പേടിച്ചു, കുട്ടിയെ ഇട്ടിട്ട് പോയി. പക്ഷെ അവൻ വളർന്നു. സ്കൂളിലും അവൻ മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ആത്മഹത്യ മാത്രമാണെന്ന് ഈ കുട്ടി ഓർത്തു. പക്ഷേ ദൈവത്തിന്റെ അത്ഭുത ഹസ്തങ്ങള്, ദൈവത്തിന്റെ ഓപ്പർച്യൂണിറ്റീസിനുള്ളതായ സമയമാണ്. അവൻ്റെതായ ഈ പോരായ്മകൾ മാർജിനലൈസ്ഡ് ലൈഫ് എന്ന് ബോധ്യപ്പെടുത്തി അവസാനം ധീരതയോടെ യേശുവിന് സാക്ഷിയായി അവൻ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച് യേശുവിന്റെ സ്നേഹവും അവന്റെ സഹതാവും അവന്റെ കാരുണ്യവും പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. വിവാഹിതനായി 4 കുട്ടികളുടെ അപ്പനായി ഇന്നും പ്രശോഭിതനായി യേശുവിന്റെ സാക്ഷിയായി ഈ 39-ാം വയസ്സിലും നമുക്ക് തലകളെ വണക്കാം. യേശു ഈ അനുഗ്രഹീത സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ മാർജിനലൈസ്ഡ് ആണെങ്കിൽ നിന്റെ സഹതാപപൂർണമായ അവരുടെ സൃഷ്ടികർത്താവിന് സാമീപ്യം ഇപ്പോൾ അനുഭവിക്കുന്നു. തൊട്ട് അതിൽ നിന്ന് വിമുക്തിയാകുവാൻ നിന്റെ വചനം അങ്ങനെയാകട്ടെ. യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ.